ഹലോ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോ കുറെ നാളോടെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വേണ്ട അവസരമോ സാഹചര്യമോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അതായത് കമ്പനിയിൽ ചെയ്യുന്ന ചിലപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു കമ്പനിയിൽ കണ്ടുകൊണ്ട് കുറച്ചൊരു കാണാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആയിരിക്കും. CPO നേടാൻ, CPO എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇങ്ങനെ പാടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മൈൻഡ് സ്ട്രെസ്സും ഒക്കെ കിട്ടുന്ന കാര്യമാണ് ഗവൺമെന്റ് ജോബ്. സത്യം ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരു ഇപ്പോൾ വരാമോ സെക്രട്ടറി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഡിഗ്രി ലെവൽ ഒരൊറ്റ ട്രൈ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്കിനി അതിൻ്റെ പേര് വയ്യ. ഒരൊറ്റ ട്രൈ, പാസ് ഓർ ഫെയിൽ, രണ്ട് റിസൾട്ടേ ഇതിൽ വരും, അല്ലേ വേറൊന്നുമില്ല. അതായത് ഇതില് 2-3 ഘടകങ്ങളുണ്ട് ഈ PSC-യിൽ. ഒന്ന് ടൈം തന്നെയാണ്. നമ്മള് ഒരുപാട് വർക്ക് ചെയ്തിട്ടും ആ ജോലി കിട്ടാതായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം പോസ്റ്റ്. ഇത് നേടിയെടുക്കണ ഒരാൾക്ക് അത്രത്തോളം ടൈം സ്പെൻഡ് പോവില്ല. കാരണം യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഒരു പോസ്റ്റ് ഈ PSC-യിൽ എഴുതിയെടുക്കുന്നതിനെക്കാട്ടി വളരെ എളുപ്പം തന്നെയാണ് ഈ ഒരു പോസ്റ്റ് കിട്ടാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ല. അതുകൊണ്ടാണ് ഈ പോലീസ് പോലുള്ള പോസ്റ്റുകൾ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് അത് സിമ്പിളാണ്, കട്ട് ഓഫ് കുറവാണ്. സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഒരാള് ഇതിനേക്കാൾ പാടാണ് ഡ്രൈവർ. ഈ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടാനാണ് ഏറ്റവും വലിയ പാട്. കാര്യം അതിന് ടെസ്റ്റ് പാസ്സാവണം, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ശേഷം ഇത് രണ്ടും ബ്രില്യൻ്റ് ആയിട്ട് വന്നാലും അതിനെന്തുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. ഈ ഡ്രൈവിംഗ് സ്കില്ലിൽ 30 മാർക്കാണ് അവൻ്റെ റാങ്ക് നിശ്ചയിക്കുന്ന കാര്യം. അതും ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞായിരുന്നു. അതും കൂടെ ഞാൻ ഇതിലൂടെ പറയാൻ കേട്ടോ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനോട് ഒരാൾ ചോദിച്ചിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ ഘടകം മാത്രമേ എനിക്കുള്ളൂ, ലക്ക്. ഭാഗ്യമുള്ളവനും ഡ്രൈവിങ്ങിന് നല്ല മാർക്ക് കിട്ടും, അത് മാത്രമാണ് അതിന്റെ ഘടകം. ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിനുള്ളത്. ഒന്ന് T ടെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് H ടെസ്റ്റ്. H ടെസ്റ്റ് ഇപ്പം നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ഹെവി ഡ്രൈവിങ്ങിന്റെ കാര്യമാണ്, ഹെവിയിലെ കാര്യം കേട്ടോ. T ടെസ്റ്റ് പാസ് ഓർ ഫെയിൽ. നിങ്ങൾ എങ്ങനെ പയ്യെ എടുത്താലും സ്പീഡിൽ എടുത്താലും തട്ടാൻ പോയി ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി എടുത്താലും അങ്ങനെയൊന്നുമില്ല. എങ്ങനെ കമ്പി തട്ടാതെ പാസ്സായോ അതിൽ പാസ്സാവും. ശേഷമാണ് റോഡ് ടെസ്റ്റ് വരുന്നത്. ഇതിനേ ഉള്ളു മാർക്ക്, ഈ റോഡ് ടെസ്റ്റിനേ ഉള്ളു മാർക്ക്. PSC-യിലെ പ്രകാരം 30-ലാണ് മാർക്ക് ഇടുന്നത്. 30-ൽ 10, 15, 20, 25, 30 ഇങ്ങനെ പോകും. പണ്ടൊക്കെ 5 ഉണ്ടായിരുന്നു, ഇപ്പൊ 10 തൊട്ടേ വരും. ഇപ്പൊ പിന്നെ മാർക്ക് റാങ്ക് ലിസ്റ്റ് കാണിക്കാറില്ല. ഇങ്ങനെയാണ് മാർക്ക് പോകുന്നത്. ഇനി നിങ്ങൾക്ക് കട്ട് ഓഫ് ജസ്റ്റ് കട്ട് ഓഫ് മാർക്കേ ഉള്ളെന്ന് വിചാരിച്ചു. ഇപ്പൊ കട്ട് ഓഫ് ഒരു 60 വന്നു, നിങ്ങൾക്ക് 60.37 ഉള്ളൂ എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് 30-ൽ 30 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 10-നകത്ത് കാണും, അല്ലെങ്കിൽ 20-നകത്തെങ്കിലും കാണും. 10-നകത്ത് കാണും, 10-നകത്ത് തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. അതാണ്. അപ്പൊ 30-ൽ 30 അടിച്ചാൽ അവന് ജോലി ഉറപ്പാണ്. ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിലും ജോലി ഉറപ്പ്. ഇനി അവൻ 90 വാങ്ങിച്ച ഒരുത്തനാണ്, അവന് 10 മാർക്ക് ഉള്ളെങ്കിൽ അവൻ ഏറ്റവും ലാസ്റ്റ് പോകും. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാരണം. ഡ്രൈവിങ്ങിന്റെ ലിസ്റ്റിൽ നമ്മൾ വന്നെന്ന് വിചാരിച്ച് ഒരിക്കലും, അത് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ട് കാര്യം, ഒരിക്കലും ഡ്രൈവറിന്റെ ലിസ്റ്റ് വന്നു നമ്മൾ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ് ആരുടെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് ഭയങ്കരധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരു ഭയങ്കര കാര്യമാണ് ഈ ഡ്രൈവറിന്റെ കാര്യം. ഡ്രൈവർ കിട്ടുന്നവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ചിലരൊക്കെ പറയാം ഡ്രൈവറല്ലേ ജോലി എന്ന് പറയും. ഭയങ്കര പാടാണ് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഞാൻ തന്നെ ഫയർഫോഴ്സ് ഡ്രൈവറിലുണ്ടായിരുന്നു. അത് എനിക്ക് ഈ ഫയർഫോഴ്സ് ഡ്രൈവറൊക്കെ വന്ന സമയത്ത് ഞാൻ പിന്നെ വേറെ ഇത് ലിസ്റ്റുകളിൽ വരുന്നതുകൊണ്ട് എനിക്കതിലൊരു ഇതില്ലായിരുന്നു. മീൻസ് എന്താണ്, അതിൽ പോകണം എന്നൊരു ഭയങ്കരമായ ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അതിൽ പോകാൻ ആഗ്രഹിച്ച ആളൊക്കെ തന്നെയാണ്. അതൊരു കാര്യം. പിന്നെ അടുത്ത അപ്പം ഡ്രൈവിങ്ങിന്റെ കാര്യം ഇതാണ് കേട്ടോ. ഞാൻ അതും കൂടെ തമ്പനയിൽ ഉൾപ്പെടുത്തും.
കാരണം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു. പിന്നെ ഈ CPU കാര്യമൊന്നും ഞാൻ ഇവിടെ പറയാം. കാരണം ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് CPU 1-2 മാസത്തിനകത്ത് വിളിക്കും കേട്ടാ. CPU-വും ഡ്രൈവറായിരിക്കും ആദ്യം വരുന്നത്, പോലീസ് ഡ്രൈവർ. വുമൺസിനും എഴുതാം. വുമൺസ് എഴുതി കയറുന്നതായിരിക്കും കുറവായിരിക്കും. ശ്രമിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ കയറാൻ പറ്റും. വുമൺസിന് ഭയങ്കര ചാൻസാണ് ഹെവി ഉണ്ടെങ്കിൽ. ഞാൻ WCPO എന്ന് പറയുന്ന പോസ്റ്റാണ് അത് കേട്ടോ. രണ്ടും കൂടെ ഒറ്റ ലിസ്റ്റ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടുപേരും 2 ലിസ്റ്റാണ്. WCPO സെപ്പറേറ്റ് ലിസ്റ്റാണ്. അപ്പൊ ഇതിപ്പം ഞാൻ പറഞ്ഞ യൂണിഫോമില് പോലീസാണ് ഇതിന് എളുപ്പം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഏറ്റവും പാട് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ആയാൽ പോലും ലിസ്റ്റ് വന്നാൽ പോലും ടോപ്പ് റാങ്ക് വന്നാൽ പോലും വളരെ നാൾ കഴിഞ്ഞാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതെ, അപ്പം കാലം മാറുന്നതനുസരിച്ച് കോലം മാറുകയേ പറ്റൂ. അപ്പം നിങ്ങളിതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ന്യൂകമേഴ്സിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ന്യൂകമേഴ്സ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്കൊരു റാങ്ക് ഫയല് ഇതിന് വേണ്ട, മസ്റ്റായിട്ടുള്ള കാര്യമാണ് റാങ്ക് ഫയല്. അല്ല, ഈ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ പരീക്ഷ ആകുമ്പോൾ CPU റാങ്ക് ഫയൽ എന്ന് പറഞ്ഞ് ഇറങ്ങും. ആ റാങ്ക് ഫയൽ വാങ്ങിച്ച് പഠിക്കരുത്. ആ ഇറങ്ങുന്ന പബ്ലിഷേഴ്സിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, അതൊരു കണ്ടന്റ് വളരെ കുറവായിരിക്കും. അത് ഈ എക്സാം വരുമ്പോഴത്തേക്ക് CPU എന്ന് പറഞ്ഞ് നിൽക്കുന്ന പയ്യന്മാരും പെമ്പിളരും ഓടിപ്പോയി വാങ്ങിച്ച് ആ റാങ്ക് ഫയൽ കച്ചവടമായി തീരുകയാണ് ചെയ്യുന്നത്. അത് ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒരു റാങ്ക് ഫയൽ അല്ല. അത് ഈ എക്സാമിനെ ഫോക്കസ് ചെയ്ത റാങ്ക് ഫയലുകൾ വിറ്റഴിക്കണം എന്ന രീതിയിൽ ഇറക്കുന്ന റാങ്ക് ഫയലാണ്. അതിൽ കണ്ടന്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ കണ്ടന്റ് 100% പെർഫെക്റ്റ് കണ്ടന്റ് ഉള്ള റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ലക്ഷ്യയുടെ അല്ലെങ്കിൽ ടാലന്റിന്റെ 2 വ്യത്യസ്തമായ സ്ഥാപനങ്ങളാണ്. ലക്ഷ്യ അല്ലെങ്കിൽ ടാലന്റ്. കാരണം ഇതിൽ മറ്റുള്ളത് നല്ലത് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ഈ ലക്ഷ്യ ടാലന്റിൽ വളരെ തെറ്റ് കുറവുള്ള റാങ്ക് ഫയൽസ് ആണ്. ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്. കാര്യം ഇപ്പം +2 ലെവൽ പരീക്ഷയാണെങ്കിൽ അതിന് ഡിഗ്രി ലെവൽ വരെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് LDC അല്ലെങ്കിൽ ഡിഗ്രി ലെവലിന്റെ 1500-നും 2000-നും ഇടയിൽ 1500-നും 2000-നും ഇടയിൽ വില വരുന്ന റാങ്ക് ഫയലുകളുണ്ട്. 3 വോളിയം അല്ലെങ്കിൽ 4 വോളിയം. 4 വോളിയമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഉള്ള റാങ്ക് ഫയൽ. കാരണം ഇതിൽ എന്തായിരിക്കും, ഓരോ വോളിയം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ജോഗ്രഫി മാത്രമായിരിക്കും. പിന്നെ എക്കണോമിക്സ് ICK ഒരു വോളിയം, അങ്ങനെ പോകും. അപ്പൊ അങ്ങനത്തെ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSCയിലെ ബേസിക്സ് തൊട്ട് അങ്ങ് ടോപ്പ് ലെവൽ ഉള്ള അത്യാവശ്യം 85% കാര്യങ്ങളും അതിൽ കാണും. 85 നല്ല, സത്യം പറഞ്ഞാൽ 90% കാര്യങ്ങളും വരും. അതായത് പരീക്ഷ ആ റാങ്ക് ഫയൽ നല്ല പക്കയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ 100-ന് 85 മാർക്ക് വാങ്ങാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് പറ്റും. പക്ഷെ അതിന്റെ ആ ഫുൾ ടോപ്പിക്കും അത്രത്തോളം നിങ്ങൾ ഹാർഡായിട്ട് വായിച്ച് റിവിഷൻ ചെയ്ത് പഠിച്ച് മനപ്പാടാക്കി എടുക്കണം. ഒരു ബുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ ആ ബുക്കിന്റെ കോലം നോക്കിയാൽ മതി. ബുക്ക് പേജസ് നോക്കി ഭയങ്കരമായിട്ടൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ജസ്റ്റ് ഇതിൽ വായിക്കാത്ത എത്ര പേജസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് കോലം കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതാണ്, അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി അത് ഒരു ലെവൽ ആവാതെ മറ്റൊരു കാര്യത്തിലോട്ട് കടക്കുന്നതും ദോഷമാണ്. പക്ഷെ ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ SCERT ടോപ്പിക്സ്, സ്കൂൾ ടെസ്റ്റ്. ഇത് നിങ്ങൾക്ക് വാങ്ങാം. SCERTയുടെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലുണ്ട്, പ്രൈം PSC ഉണ്ട്. അങ്ങനെ ഒരുപാട് സെന്റേഴ്സിന്റെ SCERTയുടെ മാത്രമായിട്ട് ടെസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. അത് അത്രയും വലിപ്പമുള്ള ടെസ്റ്റ് ആയിരിക്കില്ല. ഈ സൈസൊക്കെ വരുള്ളൂ, ചെറിയ സൈസുള്ള ബുക്കാണ്. അത് വായിച്ച് പഠിക്കണം. അതിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതായത് സ്കൂൾ ടെസ്റ്റിലെ പോയിന്റുകൾ മാത്രം വെച്ച് PSCക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം വന്നിട്ട് ഈ റാങ്ക് ഫയലിലും കവേർഡാണ്. എങ്കിലും ചെറിയ ടോപ്പിക്ക് നമ്മൾ മിസ്സാക്കാൻ റാങ്ക് ഫയലിൽ മാത്രം വെച്ച് പഠിക്കുമ്പോൾ ബൾക്കായിട്ടൊരു സാധനം ആയതുകൊണ്ട് അതിലെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ കുറെ ആവശ്യമില്ലാത്തതും കൂടെ പഠിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, അത് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ആവശ്യപ്പെടും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ചിലർ സ്കൂൾ ടെസ്റ്റ് മാത്രം വെച്ച് പഠിക്കും. അതാകുമ്പോഴത്തേക്ക് ബൾക്ക് ഏരിയ കുറച്ച് കുറഞ്ഞു കിട്ടും. പക്ഷെ റാങ്ക് ഫയലും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ പറയണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരീക്ഷയേക്കാൾ വളരെ ടോപ്പിലുള്ള പരീക്ഷ നിങ്ങൾ ഫോക്കസ് ചെയ്താലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ 2 ഘടകങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പരീക്ഷയിൽ നമുക്ക് മാർക്ക്. അതായത് പരീക്ഷ ഇത് നമുക്ക് OMR പരീക്ഷയാണ്. ഇതിൽ മാർക്ക് കൂടുന്നവരാണ്. കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല.
മാർക്ക് കൂടണം, അതായത് അറ്റൻഡ് കൂടണം. അറ്റൻഡ് ചുമ്മാ കറങ്ങി കൂത്തി അറ്റൻഡ് കൂട്ടാൻ പറ്റൂല. അപ്പം ഒരു 100 ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അതിൽ കട്ട് ഓഫ് നിലവാരം ഒരു സാധ്യത പരീക്ഷ നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് പരീക്ഷയിൽ ഒരു 55-60 കട്ട് ഓഫ് വരുന്ന പരീക്ഷയാണെങ്കിൽ അതിൽ നമുക്ക് 60+ മാർക്ക്, 60 കട്ട് ഓഫ് വരുമ്പോൾ ഒരു 70 മാർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥി, എന്നാൽ അവന് മാത്രമേ അല്ലെങ്കിൽ അവൾക്ക് മാത്രമേ നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റൂ. 70 മാർക്ക് വേണമെന്നൊരാൾക്ക് ഉറപ്പായി അവർ 80 ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് അങ്ങനെ ചെയ്യണം. അതിൽ ആ 80 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അവർക്ക് 95% ശരി ഉത്തരങ്ങൾ വന്നാലേ അവർക്ക് 75 മാർക്കോളം എത്താൻ പറ്റും, അല്ലേ? 95%. അതായത് തെറ്റ് വളരെ കുറയാൻ ചെയ്യണം. നമുക്ക് പഠിച്ച് നോളജ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് 90% ശരിയാവാനാണ് സാധ്യത. കാര്യം നമ്മൾ വർക്കിങ് അത് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. ഏറ്റവും കൂടുതൽ ഒരു ഉദ്യോഗാർത്ഥിയെ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം മോക്ക് ടെസ്റ്റാണ്. പഠിച്ച് നമ്മൾ ലെവലായി തുടങ്ങി ചിലപ്പോൾ ഒരു 3-4 മാസം എടുക്കും ഇതൊന്ന് പഠിച്ച് കവറായി വന്ന് ഒന്ന് സെറ്റായി വരാൻ. ഈ സാഹചര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അത് OMR മോക്ക് ടെസ്റ്റ് തന്നെ ആയിരിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യും. ഇത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി. എൻട്രിയിൽ ബേസിക് കോഴ്സ് ഉണ്ട്, 1500 റേഞ്ചുള്ള കോഴ്സ് ഉണ്ട്, 1 വർഷത്തേക്കുള്ള, എല്ലാത്തിനും കൂടെ ഉള്ള. അല്ലാതെ അതിന്റെ മസ്റ്റ് ഗോൾഡൻ ബാച്ച് ഒന്നും നിങ്ങൾ എടുക്കണമെന്നില്ല. ഈ എൻട്രി ബാച്ചിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഇത്രയും മോക്ക് ടെസ്റ്റ് ഉള്ള മറ്റൊരു കേരളത്തിലെ ആപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോക്ക് ടെസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഉണ്ട്. അതിൽ ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങളുടെ മാർക്കും നിങ്ങൾ എല്ലാം അറിയാൻ പറ്റും. അതിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റും, നമ്മൾ എത്രത്തോളം പഠിച്ചെത്തി എന്നൊരു കാര്യം. പിന്നെ ഈ പരീക്ഷകളുടെ ഈ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ നിലവാരം അത് വളരെയധികം നിങ്ങളെ പരീക്ഷയ്ക്കും സ്വാധീനിക്കും. ഈ മോക്ക് ടെസ്റ്റ് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഞാൻ പരീക്ഷയ്ക്ക് ഇത്ര പാടുള്ള പരീക്ഷയിൽ ഞാൻ ഇത്രയും അറ്റൻഡ് ചെയ്താൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നൊരു ഇത്രയും എനിക്ക് എങ്കിലും അറ്റൻഡ് ചെയ്യണം ഞാൻ, എന്നാൽ ഇന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ഒട്ടും അറിയത്തില്ല, അത് ഞാൻ അറ്റൻഡ് ചെയ്താൽ മാർക്ക് എനിക്ക് പോകും എന്നൊരു ഐഡിയ തലയിൽ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഘടകം CE ആണ്, കറണ്ട് അഫെയർ. 20 മാർക്കോ 10 മാർക്കോ ഒക്കെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിഫോം തസ്തികകൾക്ക് 10 മാർക്കും മറ്റുള്ളതിന് 20 മാർക്കും ചോദിക്കുന്നത് CA ആണ്. CAക്കുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഒന്നീ റാങ്ക് ഫെയിൽ തന്നെ കാണും. പിന്നെ ആ പരീക്ഷ അടുക്കാറാകുമ്പോഴത്തേക്ക് റാങ്ക് ഫെയിൽ ഒരു CAയുടെ ബുക്ക് ഇറങ്ങും ഇയർലി ആയിട്ടുള്ള, അത് വായിച്ച് പഠിക്കാം. 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം ഡെയിലി പത്രം വായന. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പത്രം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ആ പത്രം വായിച്ച് അതിലെ പോയിന്റ് ആവശ്യമുള്ളത് എങ്ങനെയാണെന്ന് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇരുന്ന് ചാനലുകളോ ഏതെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കാം. ടെലിഗ്രാമുകളിൽ ഉണ്ട്, അതെല്ലാം കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ CA സത്യം പറഞ്ഞാൽ ഫുൾ മാർക്കിൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസിൽ 8 മാർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ 7 മാർക്ക് ഏറ്റവും കുറഞ്ഞ കിട്ടും. ഇതിൽ ഇത്രയും പറഞ്ഞ സാഹചര്യത്തിനപ്പുറം ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ പരീക്ഷകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ 100ൽ 85 മാർക്ക് ശരിയാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായ 5 ക്വസ്റ്റ്യനും തെറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി 80 മാർക്ക് കൃത്യം ശരിയാക്കും, ഒരു ലക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും തെറ്റാതെ ഒരു അപൂർവം വരെയാണുള്ളൂ. അപ്പൊ മാക്സിമം ഒരു ടൈറ്റ് പരീക്ഷ, ഒരു 60 മാർക്ക് കട്ട് ഓഫ് വരുന്ന പരീക്ഷ മാക്സിമം വാങ്ങാൻ പറ്റുന്നത് 80 മാർക്കാണ് മാക്സിമം, കേട്ടാ. അപ്പൊ അതില് നിങ്ങൾ ഒരു 70+ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കയറി പോകാൻ പറ്റും. ഇതാണ് ഇതിലെ ഘടകം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ 70+ ആ ഒരു റേഞ്ചിലോട്ട് എത്താന്ന് വെച്ചാൽ രണ്ടാമത്തെ ഘടകം തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇങ്ങനെയുള്ള മാധ്യമങ്ങളുണ്ട്. അതിൽ എല്ലാ ആഴ്ചകളിലും 4 മോക്ക് ടെസ്റ്റുകൾ മിനിമം കാണും. 2 വരുത്തി കഴിഞ്ഞാൽ എത്ര, ഒരു മാസം കൂടിപ്പോയി 100 രൂപയാവും 4 പങ്ക്തി വരുത്തുന്നതിന്. 2 വരുത്തി കഴിഞ്ഞാൽ 200 രൂപ. അങ്ങനെ ചിലവുകളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചിലവുകൾ നിങ്ങൾ കണ്ടെത്തണം. ചിലർക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുമായിരിക്കും, ചിലർക്ക് ജോലിക്ക് പോയി കണ്ടെത്താൻ പറ്റും. പിന്നെ അതിൽ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ജോലിക്ക് പോയാണ് കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, അത് അങ്ങനെയൊന്നും വിചാരിക്കുന്നത്. മാസം ഒരു 5000 രൂപയൊക്കെ മതി ഒരാൾക്ക് PSC പഠിച്ച് ഓടാൻ വേണ്ടി. 5000 രൂപയൊക്കെ മാസം മതി. പിന്നെ ആ ഒരു തരത്തിൽ ജീവിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് ആ പാടാണ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല.
അങ്ങനെയുള്ളവർ അവസാനത്തെ ഒരു 2 മാസമെങ്കിലും ജോലി എങ്ങനെയെങ്കിലും സമ്പാദിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഇരുന്ന് പഠിച്ചാൽ ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇത്തൂല എന്നല്ല, ചിലപ്പോൾ റാങ്കുകൾ താഴോട്ടായി പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ വിൽ പവറാണ്, അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ അതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തേ പറ്റുള്ളൂ, എന്നാലേ ജോലി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്നും ഇതിന്റെ പിന്നെ അലഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ടെസ്റ്റിന്റെ പിറകെ പോവാം. ഈ വീഡിയോ എങ്കിലും ഇപ്പം ഈ വർഷം കാണുന്ന പിള്ളേര് അടുത്ത വർഷം ജോലി സാധ്യത ഇല്ലാതെ കാണരുത്, വീണ്ടും റിപ്പീറ്റ് കാണരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. എങ്ങനെയെങ്കിലും പഠിച്ച് കിട്ടണം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടൊക്കെ ഒരു ഉപയോഗം ഉണ്ടാവണ്ടേ. അത്ര കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറ്റുന്ന സമയം രീതിയിൽ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ ആണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ പഴയ പോലെ തീവ്രമായ വീഡിയോ ഇടാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കത് അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ബെനിഫിറ്റ് എടുക്കാനും പറ്റൂല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ്. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ ഇപ്പോഴേ ഞാൻ ഇതിൽ തുടങ്ങണമെന്ന് വെച്ചോണ്ടിരിക്കരുത്. പഠിച്ചത് തുടങ്ങണം, എന്നാലേ അടുത്ത വർഷം ഈ സമയം അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ പോലും വരാത്തൊരു പയ്യൻ്റെ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പം റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളതിൻ്റെ അതിൽ പഠിച്ചവൻ അവന് അഡ്വൈസും ഇപ്പം കിട്ടി. പഠിച്ചാൽ കിട്ടും, കിട്ടാതൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അറിയാവുന്നൊരു പയ്യനുണ്ട്, ഞാൻ പഠിപ്പിച്ചു തന്നെ. അവൻ ഇപ്പോൾ CPO പ്രിപ്പയർ ചെയ്ത് കിട്ടിയില്ല, പക്ഷെ ഇപ്പോഴത്തെ പോലീസ് ഡ്രൈവറിലുണ്ട്. അങ്ങനെ കയറി പോകാൻ പറ്റും. ഒരുപാട് ചാൻസസ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ പുറകെ ഓടുക. ഒരു ഓട്ട മത്സരം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാലിടത്ത് വീഴും, പക്ഷെ അവിടെ നിന്ന് എണീച്ചാൽ ഫിനിഷിങ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് നിർത്തി പോണവന് ഫെയിലാണോ. അപ്പോൾ പക്ഷെ ഫിനിഷിങ് പോയിന്റ് വരെ ഓടുന്നവന് അവസാനമെങ്കിലും കപ്പടിക്കാതെ വിടൂല.